ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2041. ഇന്ന് ഓഗസ്റ്റ് മാസം 2-ാം തീയതി 214-ാമത്തെ ദിവസത്തിലെത്തി. യെശയ്യാ പ്രവാചക പുസ്തകം 42-ാം അധ്യായത്തിന്റെ ആരംഭ ഭാഗത്ത് നിന്ന് വിശുദ്ധനായ മത്തായി ശ്ലീഹ ചില കാര്യങ്ങളൊന്ന് പകർത്തി വെക്കുന്നുണ്ട്. തന്റെ സുവിശേഷം അതിൽ 12-ാം അധ്യായത്തിൽ നീതിയെ വിജയത്തിലെത്തിക്കും വരെ അവൻ ചതഞ്ഞ ഞാങ്ങണ ഒടിക്കുകയില്ല, പുകഞ്ഞ തിരി കെടുത്തുകയുമില്ല. ക്രിസ്തുയേശുവിനെ കുറിച്ച് തന്നെയാണ് പഴയ നിയമ പ്രവചന സൂചനകൾ നിരത്തുന്നത്. ചതഞ്ഞ ഞാങ്ങണ അതിന്റെ പരിക്ക് സുഖപ്പെട്ട് ബലം പ്രാപിച്ചേക്കാം. പുകഞ്ഞുകൊണ്ടിരിക്കുന്ന തിരി ഒരിളം കാറ്റേറ്റ് അതിന്റെ ജ്വലനം വീണ്ടെടുത്തേക്കാം. അതുകൊണ്ട് ചതഞ്ഞവയോടും പുകയുന്നവയോടും കുറച്ചുകൂടി കരുണയുള്ളവരാകാം നമുക്ക് ഓരോരുത്തർക്കും. കുറച്ചുകൂടി സമയം അനുവദിക്കാം അവർക്ക്. ചതഞ്ഞവയൊന്ന് വെച്ച് കിട്ടിക്കൂടെ? പുകയുന്നവയെ പതിയൊന്ന് ഊതി തെളിച്ചുകൂടെ? യേശു അങ്ങനെ ആയിരുന്നല്ലോ, ഇന്നും എന്നും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. എബ്രായ ലേഖനം 13-ാം അധ്യായത്തിൽ ചതഞ്ഞു വരുന്ന ആരെയും അവൻ കരുണയോടെ വച്ചുകെട്ടി ഭേദമാകും വരെ പരിചരിക്കുന്നുണ്ട്. ഇപ്പോൾ കെട്ടുപോകുമെന്ന് നിലവിളിച്ചെത്തുന്നവരെ കൃപയോടെ അവൻ ഊതി ജ്വലിപ്പിക്കുന്നുണ്ട്. ചതഞ്ഞവരെയും പുകയുന്നവരെയുമാണ് അവൻ എന്നും ഏറ്റവും ചേർത്ത് നിർത്തുന്നത്. അതുകൊണ്ടാണ് ഒരു സമൂഹം മുഴുവൻ ഒരുമിച്ചുകൂടി ഓടിച്ചുകൊണ്ട് നശിപ്പിച്ചു കളയാനായിട്ട് അവന്റെ അരികിലെത്തിച്ച ചതഞ്ഞ ജീവിതമുള്ള ഒരു പെൺകുട്ടിയെക്കുറിച്ച് പരാമർശമില്ലേ? ഇടറിപ്പോയരുവൾ. അവളെ മാത്രം തന്റെ പക്ഷം നിർത്തി ബാക്കി എല്ലാവരെയും അപ്പുറത്തേക്കൊന്ന് മാറ്റി നിർത്തുന്നില്ലേ? എന്നിട്ട് നിലത്തെന്തൊക്കെയോ എഴുതിയില്ലേ? യാക്കോബിന്റെ കിണറിനരികെ വന്ന പെൺകുട്ടിയോടും ഇതേ സമീപനമായിരുന്നു. മലയിറങ്ങി വന്നപ്പോൾ എതിരെ വന്ന കുഷ്ഠരോഗിയെ അവൻ അങ്ങനെ തന്നെ കൈക്കൊണ്ടു. എമ്മാവൂസിലേക്ക് പോയ 2 ശിഷ്യന്മാരെ കുറിച്ചും പരാമർശമുണ്ട്. ഇപ്പോൾ കെട്ടുപോകുമെന്ന മട്ടിൽ മ്ലാനവതരനായി യാത്ര തിരിച്ച അവരെയും അവൻ ജ്വലിപ്പിച്ച് മടക്കിയെടുക്കുന്നുണ്ട്. ചതഞ്ഞതിനെ ഓടിക്കാൻ എളുപ്പമാണ്. പുകയുന്നതിനെ കെടുത്താൻ ഒന്ന് ഊതുക പോലും വേണ്ട. വെറുമൊരു ചെറു ശ്വാസം മതി. ഒരു പരിഹാസവാക്കോ അനാവശ്യമായൊരു ശാസനയോ നിന്നെയുണർത്തുന്ന ഒരു നോട്ടമോ മതി അതിന്. ചതഞ്ഞതിനോടും പുകയുന്നതിനോടും ഒപ്പമാണ് തമ്പുരാനെന്ന് നമ്മൾ എപ്പോഴും മറന്നുപോകുന്നു. അവർക്കെതിരെ പക്ഷേ ബലമുള്ള നമ്മളുടെ ശക്തി പ്രകടനങ്ങൾ, കുറേയും കൂടി കരുണയും അനുഭാവവും ഒക്കെ വീണുപോയവരെയും വീഴാൻ സാധ്യതയുള്ളവരുടെ ഒക്കെ പുലർത്താം. എന്നിട്ട് അവരെ ഒന്ന് മടക്കിക്കൊണ്ടുവരാം. നന്മയിലേക്കും പ്രകാശത്തിലേക്കും ക്രിസ്തുയേശുവിലേക്കും അവരെ നമുക്ക് നയിക്കാം. പ്രാർത്ഥനയോടുകൂടി ആമേൻ.